ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷ്മ വരുൺ. വി ആർ ആർട്ട് ഹാർമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പുതിയൊരു ആർട്ട് ചലഞ്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് പെയിന്റ് ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് പേപ്പറിലോ ക്യാൻവാസ് ബോർഡിലോ ഒന്നുമല്ല, മറിച്ച് ഈ ന്യൂസ് പേപ്പേഴ്സിലാണ്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലേ ഈ ന്യൂസ് പേപ്പർ. അപ്പം നമുക്ക് ഇതിലും പെയിന്റിങ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഡ്രോയിങ് പേപ്പറിൽ തന്നെ വരച്ചു പഠിക്കണം എന്നില്ല, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് കിട്ടിയാലും മതി. അപ്പം ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്ടർ കളർ പെയിന്റിംഗ് അല്ല, മറിച്ച് അക്രിലിക് പെയിന്റിംഗ് ആണ്. അപ്പം നമുക്ക് എന്തായാലും പെയിന്റിങ്ങിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ എവിടെ വരയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ അധികം ഇമേജുകളും കളേഴ്സുകളൊന്നും വരാത്ത പേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൺഡേസിൽ വരുന്ന മാട്രിമോണി പരസ്യങ്ങളിൽ വരുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പേപ്പർ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബുധനാഴ്ചകളിലും അതേപോലെ ഈ ജോലിയുടെ ഒഴിവുകളും അല്ലെങ്കിൽ വസ്തു വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പേജുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പേജുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാത്ത പേപ്പറിൽ നമുക്ക് വരയ്ക്കാം, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ അധികം ഇമേജുകളും കളറുകളൊന്നുമില്ലാത്ത പേപ്പറായിരിക്കും. അപ്പോൾ ഞാനും ഇന്നിവിടെ അങ്ങനെ ഒരു പേപ്പറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിന്ന് എവിടെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോർഷൻ ഒന്ന് ബോർഡറൊക്കെ കൊടുത്തൊന്ന് വൃത്തിയാക്കാം. അതിനുശേഷം ഫസ്റ്റ് ഒരു വൈറ്റ് ബേസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇന്ന് പെയിൻറ്റ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടൊരു ഈവൻ ബേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നല്ലോണം വൈറ്റ് കളർ ബേസ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നല്ലോണം ഡ്രൈ ആയിട്ട് ഇന്ന് നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പെൻസിൽ ഉപയോഗിച്ചൊന്ന് സ്കെച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീനറിയാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മതി. ഇനിയിപ്പോൾ പേപ്പർ ഇല്ലെന്നൊന്നും ഓർത്തിട്ട് വരയ്ക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെയിൻ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തും വരച്ച് നോക്കാം. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും ആർക്കും ഒരു വലിയ ആർട്ടിസ്റ്റ് ആവാനൊന്നും പറ്റില്ല. അത് ഈ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊന്ന് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പം പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ന പേപ്പറില്ല, ഇന്ന ബ്രഷില്ല, ഇന്ന പെയിൻറ്റേ ഉള്ളൂ, ഇത്ര ബ്രഷുകൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ മതിയെന്നേ പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവരും പെയിൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുപോലെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് ബാക്കി കൂടി നമുക്ക് കാണാം.
അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പെയിൻറ്റിങ്ങിന് നല്ലൊരു എടുപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ 4 സൈഡിലും വൈറ്റ് പെയിൻറ്റും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ വൈറ്റ് പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബോർഡറിലോട്ടൊന്നും പെയിൻറ്റ് പോകാണ്ടിരിക്കാൻ അല്ലേ? നമ്മൾ പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയി, പെയിൻറ്റൊക്കെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഈ മാസ്കിംഗ് ടേപ്പ് ഊരി കഴിയുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ് നല്ലൊരു പ്രസൻറ്റബിൾ രീതിയിലാവും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ വരയ്ക്കുമ്പം നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ സൈഡിൽ എന്താ പറയുക, ന്യൂസ് പേപ്പറിൻ്റെ കളറും ടെക്സ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് എന്തായാലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചോ വൈറ്റ് പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്ന അത്ര ഒരു എടുപ്പ് വന്നില്ലെങ്കിലും ഒരു ചെറിയൊരു പൊടിക്ക് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ന്യൂസ് പേപ്പറിലുള്ള പെയിൻറ്റിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.